നമസ്കാരം. ഓശാന ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. പിറവം നിയോജക മണ്ഡലത്തിലെ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മളുള്ളത് പിറവത്തിൻ്റെ സ്വന്തം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് സാറിനോടൊപ്പമാണ്. ഒപ്പം അദ്ദേഹം ഇത്തവണ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. പ്രചരണ ചൂടിലാണ്. പിറവം നിയോജക മണ്ഡലത്തിലെ ഓരോ ഭാഗങ്ങളിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു മാസക്കാലം വളരെ ചുരുങ്ങിയ അവസരത്തിലാണ് അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാർ നമസ്കാരമുണ്ട്. എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു നിയമസഭാ ഇലക്ഷൻ താങ്കളിപ്പോൾ മൂന്നാമത്തെ ടൈമിലേക്കാണ് മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യത്തെ ടൈമിൽ പിതാവിൻ്റെ മരണശേഷം താങ്കൾ എത്തുകയും തുടർന്ന് ആ സമയത്ത് മന്ത്രിയായി, പിന്നീട് MLA ആയി, വീണ്ടും ഒരു മൂന്നാം ടൈമിലേക്കാണ് താങ്കൾ ഈ ഒരു ഇലക്ഷൻ അല്ലെ, ഇപ്പൊ 4ാം ടൈമിലേക്ക്. എന്താണെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് പിറവം നിയോജക മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആദ്യമേ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും സഹകരണവും പിന്തുണയും വോട്ടും ഉണ്ടാവണമെന്നാണ് എനിക്ക് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. UDFിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. വലിയൊരു വിജയം ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടാവും. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അതേ രീതിയിലുള്ള മുന്നേറ്റം UDFിനെ സംബന്ധിച്ചുണ്ട്. ഞങ്ങളുടെ എല്ലാ മേഖലകളും വളരെ സജീവമാണ്. പൊതുവെ UDFിന് അനുകൂലമായ ഒരു തരംഗവും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. ഒരു ഗവൺമെന്റിനെതിരെയുള്ള വലിയൊരു ജനവികാരം ഇന്ന് ഉയർന്നിട്ടുണ്ട്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ നിയോജകമണ്ഡലത്തിൽ എൻ്റെ നാട്ടിൽ എല്ലാ തലത്തിലും ജനങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ പ്രവർത്തിക്കുവാൻ ലഭിച്ച എല്ലാ അവസരങ്ങളും അത് ഞാൻ അവരോട് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. നിലവിലിപ്പോൾ ഈ കഴിഞ്ഞ ടൈമിലൊക്കെ ഒരു 2 ടൈം LDFിൻ്റെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. തിരികെ UDF വരുമെന്നുള്ള ഒരു ട്രെൻഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജനവികാരം ഉണ്ടെന്ന് താങ്കളുടെ പാർട്ടി നേതൃത്വവും താങ്കളൊക്കെ എല്ലാ പരിപാടികളിലും പറയുന്നുണ്ട്. എത്രമാത്രം നല്ല രീതിയിലുള്ള UDFിൻ്റെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഒരു കാഴ്ചപ്പാടുകളും ആ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? UDFിന് ഏറ്റവും ഒരു തമ്പിങ് മെജോറിറ്റി ആയിരിക്കും ഇത്തവണ അസംബ്ലിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഞങ്ങൾക്ക് 2001 ഒരു ആവർത്തനം, അതായത് ഒരു 100 സീറ്റിൻ്റെ മുകളിലേക്ക് UDF എത്തിച്ചേരും എന്നുള്ളത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രതിസന്ധി ഉണ്ടാവാൻ പോകുന്നു എന്ന നിലയിലായിരുന്നല്ലോ പ്രചാരണം. എത്ര ഭംഗിയായി ആ സ്ഥാനാർത്ഥി നിർണയത്തെ ഞങ്ങൾക്ക് പൂർത്തിയാക്കി എടുക്കാൻ കഴിഞ്ഞു. എത്ര മികവോടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വന്നു. അതിനു മുമ്പ് ഞങ്ങളുടെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവ് നടത്തിയ പുതിയുഗ യാത്ര, അത് പിറവത്ത് മുളന്തുരുത്തിയിൽ വന്നപ്പോഴും ഒക്കെ അവിടെ ഉൾപ്പെടെ ഇടതുപക്ഷ കോട്ടകളായ കണ്ണൂരിൽ അടക്കം എല്ലാ സ്ഥലങ്ങളിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിനിടയിൽ ഈ സർക്കാരിൻ്റെ തെറ്റുകൾ തുറന്നു കാട്ടിക്കൊണ്ടും ഈ സർക്കാർ മാറേണ്ടതിൻ്റെ അനിവാര്യത ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുമുള്ള വലിയൊരു ക്യാമ്പയിൻ ഞങ്ങൾക്ക് നടത്തുവാൻ കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പൊതുവായ ഒരു പൊളിറ്റിക്കൽ സിനാറിയോയും കാര്യങ്ങളും ഒക്കെ ഇന്ന് UDFിന് വലിയ അനുകൂലമാണ്. അതുകൊണ്ട് 100-ൽ കുറയാത്ത ഒരു സീറ്റിലേക്ക് UDF എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പിറവത്തെ ഈ നിയമസഭാ ഇലക്ഷൻ അല്ലെങ്കിൽ ഈ നിയോജകമണ്ഡലത്തിലെ ഇലക്ഷനിൽ താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിപ്പോ നിലവിൽ കഴിഞ്ഞ ടൈമിലൊക്കെ ഒരു LDF ഭരണത്തിൽ കേരളത്തിലെ ഭരണത്തിൽ എത്തുമ്പോൾ പോലും നിയോജക മണ്ഡലത്തിൽ UDFിന്റെ ഒരു തരംഗമുള്ളൊരു മണ്ഡലം തന്നെയാണിത്. താങ്കൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നും വോട്ടിങ്ങിന്റെ നിലവും കാര്യങ്ങളെല്ലാം മാറിയിട്ടുമുണ്ട്. എന്തൊക്കെയായിരിക്കും താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? സാധാരണ ഒരു 5 കൊല്ലം, എനിക്ക് തോന്നുന്നു 14 വർഷം അല്ലേ? അതെ, 14 വർഷക്കാലത്തിന് ശേഷം വീണ്ടും മത്സരത്തേക്ക് എത്തുമ്പോൾ താങ്കൾക്ക് കുറച്ചും കൂടി അപ്ഡേഷൻസ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ എല്ലാ സന്ദർഭങ്ങളിലും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും A to Z, അത് പൊതുവികസന കാര്യങ്ങളിലാണെങ്കിലും കഴിവിൻ്റെ പരമാവധി വ്യക്തിപരമായ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ഞാൻ ആ ഒരു സമീപനമാണ് എപ്പോഴും ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. അവർ തീർച്ചയായിട്ടും അവരുടെ ഒരു അംഗീകാരം എപ്പോഴും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ സന്ദർഭത്തിൽ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 2 ടേമായിട്ട് ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന MLA-മാരോട് ഒരു വിവേചനം എല്ലാ കാലഘട്ടത്തിലും അവർ സ്വീകരിക്കാറുണ്ട്. അത് ഇത്തവണയും വളരെ പ്രകടമായിരുന്നു. ആ വിപരീതമായ സാഹചര്യങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിലേക്കായി പരമാവധി പദ്ധതികൾ നേടിയെടുക്കുവാനുള്ള നടപടികൾ എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത്. ഞാനൊരു കാര്യം അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒന്നുണ്ട്. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ 12 തദ്ദേശ സ്ഥാപനങ്ങളുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണിത്. നിങ്ങൾ യാത്ര ചെയ്തോളൂ, 99% PWD റോഡുകളും സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ദേശീയപാത നിലവാരത്തിൽ അതല്ല എന്നുണ്ടെങ്കിൽ അത് മാന്യമായ നില ടാർ ചെയ്ത് മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ഒരു 80% ഗ്രാമീണ റോഡുകൾ
നല്ല രീതിയിൽ പുനരുദ്ധരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 80% പുനരുദ്ധരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ചെയ്യുന്ന എവിടെയാണ്? പലപ്പോഴും ഇവർ ഫണ്ട് തരാതിരിക്കുകയും മറ്റു തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിവേചനം ഉണ്ടാവുകയും ഒക്കെ മറികടന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കാൻ കഴിയുന്നത്. കാർഷിക മേഖലയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിവിധ പാടശേഖരങ്ങളുടെ നവീകരണം അടക്കമുള്ളതിനൊക്കെ ഫണ്ടുകൾ ജലസേചന വകുപ്പിലും KLDC പദ്ധതികളിലൊക്കെ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജലജീവൻ മിഷനെ സംബന്ധിച്ചും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജലജീവൻ, അതായത് നമ്മുടെ പഴയ കാലഹരണ പൈപ്പ് മാറ്റുക, പിന്നെ പുതിയ ടാങ്കുകൾ നിർമ്മിക്കുക, ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് എല്ലാം, പമ്പിംഗ് മെയിൻ ഉൾപ്പെടെ എല്ലാം അതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ജലജീവൻ അമൃത് പദ്ധതികൾ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു. പിന്നെ ആ പദ്ധതികൾ ഇടയ്ക്ക് വെച്ച് നിലച്ചു പോകാനുള്ള കാരണം അത് സർക്കാരിൻ്റെ പൂർണ്ണമായ അനാസ്ഥയാണ്. അത് പിറവത്ത് മാത്രമല്ല, കേരളത്തിൽ ആകമാനം 7000 കോടി രൂപയ്ക്ക് മുകളിലുള്ള കുടിശ്ശികയാണ് ഈ സർക്കാർ വരുത്തി വെച്ചത്. അതുകൊണ്ടാണ് ഈ ജലജീവൻ മിഷൻ പദ്ധതി പല സ്ഥലത്തും നിശ്ചലമായി പോയത്. ഇപ്പൊ അത് വീണ്ടും പുനരാരംഭിക്കാൻ കഴിഞ്ഞു. ഞാനന്ന് നിയമസഭയിൽ തന്നെ ഞാൻ ജലജീവനെ സംബന്ധിച്ച് അടിയന്തര പ്രമേയ അസംബ്ലിയിൽ ഉന്നയിച്ചതാണ്. ജനങ്ങളുടെ ഏറ്റവും വലിയ കുടിവെള്ള പ്രശ്നത്തിലേക്ക് ഈ സർക്കാരിന്റെ അനാസ്ഥ. ഈ സർക്കാർ തന്നെ പറഞ്ഞത് എന്താണ്? 2025 കേരളത്തിൽ ജയം നടപ്പിലാക്കുമെന്ന. ഇപ്പൊ എന്താണ് റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞത്? 2026-27 അത് നടപ്പിലാക്കും എന്ന നിലയിലാണ് ഇപ്പൊ പറയാം. 2026-27 പുതിയ സർക്കാർ, UDF സർക്കാർ അധികാരത്തിൽ വരാൻ ഞങ്ങൾ നടപ്പിലാക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് മാക്സിമം കാര്യങ്ങൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്. അത് വെറുതെ തന്നതല്ല, അത് അസംബ്ലിയിൽ ഉന്നയിച്ചും മറ്റു വിഷയങ്ങൾ. ഇപ്പോൾ പല പദ്ധതികളും മുടങ്ങിക്കിടന്ന പല പദ്ധതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പെരുവമ്പഴി റോഡ്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്കെതിരെ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന പെരുവമ്പഴി റോഡിനെ കുറിച്ച് MLA ഒന്നും പറഞ്ഞില്ല. എൻ്റെ ആ നിയമസഭാ രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കും, ഓൺലൈനിൽ എല്ലാവരും ഉണ്ട്. ഞാൻ എത്ര വട്ടം സബ്മിഷൻ ഉന്നയിച്ചു, എത്ര വട്ടം ഈ വിഷയങ്ങളെ ഫോളോ അപ്പ് ചെയ്തു. അപ്പം നിർമ്മാണം ആരംഭിച്ചല്ലോ അവിടെ ഭംഗിയായിട്ട്. നിർമ്മാണം ആരംഭിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഒരുപാട് പേര് വരും. അതായിക്കോട്ടെ, എനിക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷേ MLA എന്ന നിലയിൽ ഞാൻ വളരെ കൃത്യമായി ഇടപെട്ടു എന്നുള്ളത് കൊണ്ടാണ് ആ വർക്ക് നിശ്ചലമാവാതെ അതിന് പുരോഗമിക്കുന്നത്. കുന്നുംപുറം സ്കൂളിന്റെ നിർമ്മാണം എന്തുകൊണ്ട് അതിന്റെ 2ാം ഫേസിന്റെ നിർമ്മാണം വൈകി? 2ാം ഫേസിന്റെ നിർമ്മാണം വൈകാൻ കാരണം അന്നത്തെ മുനിസിപ്പാലിറ്റിയാണ്. അന്ന് മുനിസിപ്പാലിറ്റി ഈ സന്ദർഭത്തിൽ അവിടെ സ്ഥലം ഒരുക്കി തന്നില്ല. ഏതാ? ഫസ്റ്റ് ഫേസിനുള്ള കെട്ടിടം പണിതു. സെക്കൻഡ് ഫേസിന് ലാൻഡ് അവൈലബിൾ ആക്കേണ്ടത് ആരാണ്? മുനിസിപ്പാലിറ്റിയാണ്. അത് തരാത്തതുകൊണ്ടാണ് വൈകിപ്പോയത്. ആ പദ്ധതി, അതിന്റെ പുറകെ നടന്ന ആ പദ്ധതി ഞാൻ ലഭ്യമാക്കി ഇപ്പൊ ഇൻകലിനെ ഏൽപ്പിച്ചു. അതിന്റെ നിർമ്മാണം ആരംഭിച്ചു. കൈറ്റിനെ ഏൽപ്പിച്ചായിരുന്നു 1 വർഷം മുമ്പ്. കൈറ്റ് എടുക്കാത്തതുകൊണ്ടാണ് പിന്നെ ഇൻകലിലേക്ക് വന്നത്. ഇപ്പൊ മുളന്തുരുത്തി റെയിൽവേ മേൽപ്പാലം പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് അല്ലേ? അവിടെ 4 കാലയിൽ ഒരു പാലം കൊണ്ടുവന്ന് റെയിൽവേ പണിതിട്ടിട്ട് അപ്രോച്ച് റോഡ് പോലും എടുക്കാതെ ഒറ്റ പോക്ക് പോയി. ഞാൻ അതിന്റെ പുറകെ നിന്ന് അത് നേടിയെടുത്തതാണ്. അത് ബഡ്ജറ്റ് ചർച്ചാ വേളയിൽ പോലും ഞാൻ ഉന്നയിച്ചതാണ്. 2021 നിയമസഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ എനിക്കിതിന്റെ പ്രചാരണം മുളന്തുരുത്തി ROB എന്തിയെന്ന്. ഞാൻ അന്ന് പറഞ്ഞ ROB കൊണ്ടുവരും. ROB കൊണ്ടുവരാൻ അന്ന് ടെൻഡർ ഏൽപ്പിച്ചു. അന്ന് ടെൻഡർ ഏൽപ്പിച്ചു. പക്ഷെ അന്ന് ടെൻഡർ ആരും കോട്ട് ചെയ്തില്ല. പിന്നെ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു. ഇപ്പൊ മനോഹരമായ പാലം വന്നില്ലേ? ഇപ്പൊ അവർ പറയുന്നത് കുരിക്കാട് ROB എവിടെയാണ്? ഒരെണ്ണം നടപ്പിലാക്കാൻ അടുത്ത എന്തെങ്കിലും ചോദിച്ചോട്ടെ, അതിനൊക്കെ ഞാൻ ആൻസറബിൾ ആണ്. ഈ കുരിക്കാട് ROBയുടെ നിർമ്മാണത്തിന്റെ ലാൻഡ് നടപടി, റവന്യൂ നടപടി പൂർത്തിയായി വരികയാണ്. ഈ മാസം ലാൻഡ് ഏറ്റെടുത്ത് അതിന്റെ നിർമ്മാണ ഏജൻസിയായ RBDCക്ക് കൈമാറാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിൽ, ഞാനിപ്പോൾ പെട്ടെന്ന് വന്ന 3-4 ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നത് നിരന്തരമായ ഇടപെടലുകളും പരിശ്രമങ്ങളും വഴി തന്നെയാണ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ കക്കാട് തൂക്കുപാലം ഇടയ്ക്ക് ഇപ്പൊ LDF ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം. എന്തുകൊണ്ട് കക്കാട് തൂക്കുപാലം മെയിൻ്റെനൻസ് ചെയ്യാൻ കഴിയുന്നില്ല? അതിന് LDF മറുപടി പറയണം. കാരണം അവരുടെ മുനിസിപ്പാലിറ്റിയിൽ ഇതിനെ സംബന്ധിച്ച് ആവശ്യം, നമ്മൾ ഇതിന്റെ അസറ്റിലേക്ക് ഇത് ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചതാണ്. ഇത് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ഈ 2 തൂക്കുപാലങ്ങൾക്കും ഒരു അസറ്റ് ഇല്ല. അതായത് തദ്ദേശ സ്ഥാപനത്തിന്റെ അസറ്റിലില്ല, റവന്യൂവിന്റെ അസറ്റിലില്ല, കെല്ലിന്റെ അസറ്റിലില്ല. ഒരു അസറ്റിലേക്ക് ഈ സാധനം വന്നാലല്ലേ മെയിൻ്റനൻസിന് ഫണ്ട് കൊടുക്കാൻ പറ്റൂ. പാലത്തിലേക്ക് പൈസ കൊടുക്കാൻ പറ്റുമല്ലോ. അതിന്റെ ഓണർഷിപ്പ് ആർക്കാണ്? ആ ഓണർഷിപ്പിലേക്കല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയും. ഈ മുനിസിപ്പാലിറ്റിയോട്, പിറവം മുനിസിപ്പാലിറ്റിയോട് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് മുൻപിരുന്ന കളക്ടർ ഉമേഷ് ഉൾപ്പെടെ മുനിസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തതാണ്. ഈ തൂക്കുപാലം നിങ്ങൾ അസറ്റിൽപ്പെടുത്തി അത് മെയിൻ്റെനൻസ് ചെയ്യാൻ MLA ഫണ്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. മുനിസിപ്പാലിറ്റി ഫണ്ട് എടുക്കണ്ട. അപ്പം മുനിസിപ്പാലിറ്റി ഇത് അസറ്റിൽ എടുക്കാതെ വൈകിപ്പിച്ചാണ് അതിന്റെ മെയിൻ്റെനൻസ് വൈകാൻ കാരണം. ഇപ്പൊ UDFന്റെ മുനിസിപ്പാലിറ്റി വന്നു, ഞാൻ അതിൻ്റെ അകത്ത് ഇടപെട്ടു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെയർപേഴ്സൺ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് പ്രസ് റിലീസും കൊടുത്തു. ഈ 2 തൂക്കുപാലവും മുനിസിപ്പാലിറ്റി അസറ്റിലേക്ക് വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ മെയിൻ്റെനൻസ് ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നുണപ്രചാരണമാണ് നടക്കുന്നത്. പിന്നെ ഇലക്ഷൻ ആണല്ലോ. ഇലക്ഷൻ സമയത്ത് ഇങ്ങനെയുള്ള നുണപ്രചാരണങ്ങൾ വളരെ വളരെ വേഗതയിൽ ഓർക്കുന്നുണ്ടാവും. ഞാൻ ഈ 91 അന്നത്തെ നിയമസഭാ ഇലക്ഷന്റെ തലേന്ന് ഫാദർ മത്സരിക്കുമ്പം
ചാഞ്ചാടി നിന്ന പിറവം ചെരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സപ്ലിമെന്റ് അടിച്ചിറക്കി എല്ലാ പത്രങ്ങളിലൂടെയും കയറ്റി ഈ നിയോജകമണ്ഡലം മുഴുവനും വിട്ടു. അതായത് പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ, ചാഞ്ചാടി നിൽക്കുന്ന പിറവം ചെരിയുന്നു, എങ്ങോട്ട് ചെരിയുന്നു, UDF-ൽ നിന്ന് LDF-ലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രെൻഡ് ഉണ്ടാക്കുന്ന നിലയിൽ ഒരു പത്രം ഇറക്കി. അതായത് കണ്ടു കഴിഞ്ഞാൽ അത് മാതൃഭൂമി ഇറക്കി, മനോരമ ഇറക്കി എന്ന് തോന്നുന്ന നിലയിലാണ് ഈ സാധനം വരുന്നത്. അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല. എന്നിട്ട് അന്ന് തൊട്ടേ ഈ നുണപ്രചാരണങ്ങളുടെ പല പല വേർഷൻസ് ഉണ്ട്. ഇന്ന് ലേറ്റസ്റ്റ് വേർഷൻസാ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയുള്ള നുണപ്രചാരണമാണ് ഇന്ന്. കാലം മാറിയല്ലോ. ഞാൻ പറഞ്ഞ അന്നത്തെ കാലത്ത് നടത്തിയതിനെ പോലും ഞങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നുണപ്രചാരണങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. സർക്കാരിന്റെ ഇത്തരത്തിലുള്ള വളരെ മോശമായ വിപരീതമായ സമീപനങ്ങളിടയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഒരുപാട് പദ്ധതികൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഞാൻ ഒറ്റ കാര്യം, വിവേചന കാര്യം പറഞ്ഞ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗ്രാമീണ റോഡുകൾ പുനരുദ്ധരിക്കാൻ ഫണ്ട് തന്നു. ഒരു UDF MLA തന്ന എത്രയെന്നറിയോ? 2 കോടി മുതൽ 4.5 കോടി വരെ. LDF MLA കൊടുത്തത് 5 കോടി മുതൽ 10 കോടി വരെ. അതായത് നല്ല അന്തരമുണ്ട്, ഇരട്ടി. UDF MLA പൈസ കൊടുത്തു എന്ന് കാണിച്ചു. പക്ഷെ ഈ പിറവം പോലൊരു വലിയ കോൺസ്റ്റിറ്റ്യുവൻസിയില് ഈ പറയുന്ന ഗ്രാമീണ റോഡൊക്കെ പുനരുദ്ധരിച്ചിട്ട് 15 കോടിയെങ്കിലും കിട്ടിയാലും നമുക്ക് തികയത്തില്ല. അതുപോലെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ ഈ കിട്ടുന്ന ഫണ്ടുകൾ നീതിയുക്തമായ നിലയിൽ പരമാവധി അത് ലഭ്യമാക്കിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കവർ ചെയ്തൊക്കെ ചെയ്യുന്നു. പിന്നെ വികസനം എന്നുള്ളത് ഒരു തുടർച്ചയാണ്, അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഓക്കെ, അത് ഇനി പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ആശയങ്ങൾ എടുത്ത് നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിലവിലിപ്പോ താങ്കൾ ഇപ്പൊ പറഞ്ഞനുസരിച്ച് കഴിഞ്ഞ ടൈമിലും മന്ത്രിയായിരുന്ന സമയത്താണെങ്കിലും താങ്കൾക്ക് കുറച്ച് കാലഘട്ടമേ കിട്ടിയിട്ടുള്ളൂ. ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ താങ്കൾ ശ്രമിച്ച് ചെയ്തില്ല. ഒപ്പം തന്നെ MLA ആയിട്ട് വന്നിരുന്ന സമയത്തും താങ്കൾ ചെയ്തില്ല. അത് ഇലക്ഷനിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇലക്ഷൻ ട്രെൻഡ് എന്താകാം. പക്ഷെ ജനം ഇതെല്ലാം എങ്ങനെ നോക്കിക്കാണും? ഞാൻ പറഞ്ഞ ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാൻ കഴിയും. വളരെ വ്യക്തമായ നിലയിൽ തിരിച്ചറിയാൻ കഴിയും. കാരണം ഇതെല്ലാം ഞാനീ പറയുന്നത് ജനങ്ങൾ കേൾക്കുകയില്ല, അത് വിലയിരുത്താമല്ലോ. ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ UDF-ന്റെ ഗവൺമെന്റ് സന്ദർഭത്തിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിലേക്ക് എത്രയോ ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട്സ് ഉണ്ട്. സബർബൻ മാള്. ആ സബർബൻ മാള് വരാൻ കാരണം അന്ന് ഐക്യനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് ഞാൻ ആ വകുപ്പിന്റെ മന്ത്രി ആയിരുന്നുകൊണ്ട് മാത്രം അതവിടെ ഉണ്ടായതാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ ക്യാബിനറ്റിൽ അതിന് പ്രത്യേക അപ്രൂവൽ ലഭിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ആ സാധനം നമുക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞ. അങ്ങനെയുള്ള എത്രയോ പ്രധാനപ്പെട്ട പദ്ധതികൾ ഈ നിയോജകമണ്ഡലത്തിൽ 7ഓളം പാലങ്ങളാണ് ഞാൻ MLA ആയി വന്നതിന് ശേഷം തുടങ്ങാനും പൂർത്തിയാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. വളരെ കാലങ്ങളോളം നിശ്ചലമായിരുന്ന കോരങ്കടവ് പാലം അടക്കം, ആ കോരങ്കടവ് പാലം ഒക്കെ നിർമ്മാണം ആരംഭിച്ച് കല്ലിട്ടിട്ട് പോയതാണ്. അതിനൊന്നും അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ ROB പോലെ ഇതൊക്കെ ചുമ്മാ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ചില പരിപാടികൾ അന്ന് കാണിച്ചിരുന്നു. ഞാനത് വളരെ കൃത്യമായി കൊണ്ടുവന്ന ആ പാലങ്ങൾ പൂർത്തിയാക്കി. 7 പാലങ്ങളാണ് ഈ നിയോജകമണ്ഡലത്തിൽ പൂർത്തിയാക്കി. ഞാൻ പറഞ്ഞ ഒരുപാട് പ്രൊജക്ട്സും ഒരുപാട് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും പദ്ധതികളും ഒക്കെ നടപ്പിലാക്കാൻ സാധിച്ചു എന്നത് ഏറെ അഭിമാനത്തോടെ തന്നെ ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. നിലവിൽ ഇപ്പൊ താങ്കൾ ഇപ്പൊ പറയുന്ന ഈ ഒരു 5 വർഷക്കാലം കൊണ്ട് സാധാരണ ഒരു MLA-ക്ക് ചെയ്യാൻ പറ്റുന്നതിന് LDF ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണെങ്കിലും MLA-ക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ താങ്കൾ ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്ന ശക്തമായ രീതിയിൽ നിന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിയോജകമണ്ഡലത്തിൽ മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാൻ ഈ പെരുവമ്പഴി റോഡ് മാത്രം ഉദാഹരണം വെച്ചു. നമ്മൾ പിറവം ടൗണിൽ കൂടെ രാമമംഗലം പഞ്ചായത്തിലൂടെ കടന്ന റോഡല്ലേ, അതിനകത്തുള്ള ആ പദ്ധതി എങ്ങനെ പുനരാരംഭിക്കാൻ കഴിഞ്ഞു? MLA നിലയിലുള്ള എൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് തന്നെയാണ്, യാതൊരു സംശയക്കാര്യത്തില്ല. പിന്നെ നമ്മുടെ നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കെല്ലാം പുതിയ ബ്ലോക്കുകൾ ലഭ്യമാക്കാൻ കഴിഞ്ഞു. LP UP സ്കൂളുകളുടെ നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. എല്ലാ ഹെൽത്ത് സെന്റേഴ്സിനും പുതിയ ബ്ലോക്കുകൾ ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഉണ്ടായ സമയത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ MLA ഫണ്ടുകൾ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധ തലത്തിൽ ഇപ്പൊ നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് TM ജേക്കബ് മെമ്മോറിയൽ കോളേജ് മണിമലക്കുന്ന്. അവിടെ അക്കാഡമിക് ന്യൂ ബ്ലോക്ക് അവിടെ പൂർത്തിയായി വരികയാണ്. അത് ഏതാണ്ട് പൂർത്തിയായി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നമ്മുടെ കോളേജുകളിലേക്ക്, ഏഴക്കനാട് ITIക്ക് പുതിയ കെട്ടിടം കൊടുക്കാൻ കഴിഞ്ഞു. മുളന്തുരുത്തി ടെക്നിക്കൽ സ്കൂളിന് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ്, പുതിയ ബ്ലോക്സ് അവിടെ ലഭ്യമാക്കാൻ. അങ്ങനെ പറയുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തെടുക്കാനും നടപ്പിലാക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. നിലവിലൊരു ചോദ്യം സാധാരണ ഇപ്പോൾ ഇലക്ഷന്റെ സമയത്ത് ചോദിക്കേണ്ട കാര്യമല്ല, ഇതിനു മുമ്പ് ചോദിക്കേണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംഭാഷണത്തിന് അവസരം കിട്ടാത്തതുകൊണ്ട് നിലവിൽ പിറവത്തിനോട് കുറച്ച് വിമുഖത കാണിച്ചു. പിറവത്തോട് മാത്രം വിമുഖത കാണിച്ചുകൊണ്ട് നിന്ന ഒരു MLA എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പിറവത്ത് ഒരു പല ഭാഗങ്ങളിലും താങ്കൾക്ക് ഓപ്പോസിറ്റ് മത്സരിക്കാൻ ഇപ്പൊ എത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനെ എങ്ങനെയാണ് താങ്കൾ ഒരു ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ രൂപം ഒന്ന് പറയാം? അത് വിമുക്ത കാണിച്ചു എന്ന് പറയാൻ കഴിയുക? ഈ ഞാൻ നേരത്തെ പറഞ്ഞ സബർബൻ മാൾ എവിടെയാ വന്നത്? പിറവത്തല്ലേ വന്നത്. അത് ഏറ്റവും വലിയ ഒരു
അന്നൊരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റാണ് സപ്ലൈകോയുടെ. അത് അതിനുശേഷം അങ്ങനെ ഒരു സഭമാൾ കേരളത്തിൽ എവിടെയും ഉണ്ടായിട്ടുമില്ല. അത്ര ക്രിയാത്മകമായ ഒരു പദ്ധതി അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഞാൻ MLA ആയി വന്നതിന് ശേഷം കൊണ്ടുവന്ന പ്രൊജക്റ്റ് അല്ലേ. എത്ര റോഡുകൾ പ്രാദേശികമായിട്ട് നോക്കി എത്ര റോഡുകളോട് ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനനുസരിച്ച് എക്സ്റേ യൂണിറ്റ് അടക്കമുള്ള പദ്ധതികൾ, ഡയാലിസിസ് യൂണിറ്റ് അടക്കം എത്രയോ പദ്ധതികൾ അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ താലൂക്ക് ആശുപത്രിയായി അന്നത്തെ LDF സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഒരു സൂപ്രണ്ട് പോലും ഇല്ലാതിരുന്ന ആശുപത്രിയാന്ന് ഓർക്കണം. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ MLA ആയി വന്നതിന് ശേഷം 2012 അവിടെ ഒരു സൂപ്രണ്ടിനെ പോലും നിയമിക്കുന്നത്. ഞാൻ പറഞ്ഞത് അന്നേരം ഇപ്പൊ താങ്കൾ പറഞ്ഞനുസരിച്ച് ഇപ്പോഴും അവർ പറയുന്നത് ഇതെല്ലാം ഇടതുപക്ഷ സർക്കാർ കൊടുത്തതാണെന്നും താങ്കൾ ഓപ്പോസിറ്റ് നിൽക്കാൻ പോണ സ്ഥാനാർത്ഥി പറയുന്നതും ഇപ്പൊ ഇത്രയും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ UDF നിന്ന ഒരാളാണ് പറയുന്നത് ഇപ്പൊ മറ്റേ ഓപ്പോസിറ്റ് പാർട്ടിയിലാണ് അവരാണ് ഇതെല്ലാം ചെയ്തു തന്നെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം നേരത്തെ പറഞ്ഞതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുക, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, വാസ്തവം കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ അവസരവാദ രാഷ്ട്രീയത്തിന് വേണ്ടി ചാടുന്നവർക്കൊന്നും മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. അതൊക്കെ പൂർണ്ണമായും അവസരവാദ രാഷ്ട്രീയമാണ്. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഈ കാലുമാറി നടക്കുന്ന കുറച്ച് പേരുണ്ട്. ഞാൻ ആ രീതിയിൽ അതിനെ കാണുന്നുള്ളൂ. അപ്പോൾ അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിലയിരുത്തും. പിറവത്തിനെ അവഗണിച്ചു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കാരണം പിറവത്ത് ഞാനിപ്പോൾ സഭമാളി കളമ്പൂർ പാലം എപ്പോഴാണ് തീർത്തത്? ഞാൻ MLA വന്നതിന് ശേഷമല്ലേ. എത്ര പ്രാദേശിക റോഡുകൾ അവിടെ ലഭ്യമാക്കാൻ കഴിഞ്ഞു. ഈ പ്രാവശ്യം അവിടെ കൊച്ചുപള്ളി കൊള്ളിക്കൽ റോഡും മുള്ളൂർപ്പടി ഇവിടെ കോട്ടപ്പുറം റോഡും ഉൾപ്പെടെ കളമ്പൂക്കാവിലേക്കുള്ള റോഡ് ഉൾപ്പെടെ ഇത്തവണ ദേശീയപാത നിലവാരത്തിൽ ഉയർത്താൻ ഈ ബഡ്ജറ്റിൽ നമുക്ക് ഫണ്ട് കണ്ടെത്തിയെടുക്കാൻ കഴിഞ്ഞു. ഈ എക്സൈസ് കടവ് പാലത്തിന് വേണ്ടി സമാന്തരമായ പാലത്തിനും ബൈപ്പാസിനും വേണ്ടിയുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയുള്ള ഫണ്ട് ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഞാൻ ഉൾപ്പെടുപ്പിച്ചിട്ടുണ്ട്. പാഴൂർ പേപ്പതി റോഡിന്റെ നവീകരണം, അതിന്റെ വളവുകൾ നിവർത്താൻ വേണ്ടി DPR ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ഈ എക്സൈസ് കടവ് പാലം മാത്രം മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയുന്നൊന്നുമല്ല, അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. അതായത് പേപ്പതി മുതൽ വളവുകൾ നിവർത്തി പാഴൂർ വന്ന് അത് ഈ പാലവുമായി കണക്ട് ചെയ്ത് ഓണക്കൂർ പള്ളിപ്പടി വരെ നിരപ്പ് വരെയെങ്കിലും ഒറ്റ റോഡായിട്ട് വന്നാലാണ് ഇതിന്റെ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ആ വരുന്ന നടക്കാവ് റോഡിന്, കൂത്താട്ടിൽ നിൽക്കുന്ന നടക്കാവ് റോഡിനും ഈ പറയുന്ന നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ റോഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശബരിമല റോഡായി നമുക്കതിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള പുതിയ കാലഘട്ടത്തിന്റെ ആശയങ്ങളെ ഏറ്റവും കൃത്യതയോടെ നടപ്പിലാക്കുക എന്നത് MLA എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പം ഇത് വളരെ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും എന്തെങ്കിലും പറയണമല്ലോ എന്നുള്ളത് കൊണ്ട് പറഞ്ഞുകൊണ്ട് പോകുന്നുള്ളൂ. ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ആദ്യത്തെ പ്രൊജക്റ്റ് അല്ലേ. ആദ്യത്തെ പ്രൊജക്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് ആദ്യത്തെ പ്രൊജക്ട് വന്നപ്പോൾ MLA എന്നതിൽ ഞാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് അത് പിറവത്ത് വന്നത്. പിറവം സ്കൂളിന് അത് ലഭ്യമാവുന്നത് MLA എന്നതിൽ ഞാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ്. MLA നിർദ്ദേശിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടത്. ഞാൻ നിർദ്ദേശിച്ചത് ഇവിടെയാണ്. പിറവത്തെ അവഗണിച്ചു എന്നൊക്കെ പറയുന്ന ചുമ്മാ അനാവശ്യമായ നുണപ്രചാരണത്തിന്റെ ഭാഗം എന്നുള്ളത് മാത്രം കണ്ടാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. സാധാരണ ഒരു 5 വർഷക്കാലമായിട്ട് പിറവം നിയോജക മണ്ഡലത്തിലെ MLA UDF ആയിരുന്നു. അപ്പോൾ നിലവിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് LDF ഒരു നഗരസഭയാണ് പിറവത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ UDF MLA-യും അത് LDF ഭരണമായിരുന്നു. അതിനെ താങ്കൾ നല്ല രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവരും നമ്മളുമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴാണല്ലോ അവർ പറയുന്നത് നിങ്ങൾ MLA നമ്മളുമായിട്ട് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നില്ല, MLA തരാത്തത് കൊണ്ട് ഞങ്ങൾ LDF പിണറായി സർക്കാരിന്റെ മാത്രമാണെന്ന് പറയുന്നുണ്ടല്ലോ. അതിനെ അന്നത്തെ ചെയർപേഴ്സന്റെ ഒക്കെ പ്രസംഗങ്ങൾ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും MLA എങ്ങനെയാ വെച്ചാൽ അന്നൊക്കെ ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഇലക്ഷൻ ആകുമ്പോൾ ഇതെല്ലാം നേരെ പ്ലേറ്റ് മാറ്റും. അത് അല്ലാത്ത കാര്യമൊന്നും എൻ്റെ അകത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ തൂക്കുപാലത്തിൻ്റെ കാര്യം ഒരു ഉദാഹരണം, നിസ്സാര കാര്യമല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും. അവർക്ക് അവിടെ അസറ്റ് കയറ്റാൻ എന്തായിരുന്നു ബുദ്ധിമുട്ട്? എന്തുകൊണ്ട് അസറ്റ് കയറ്റിയില്ല? ഇന്നിപ്പോൾ UDF മുനിസിപ്പാലിറ്റി വന്നപ്പോൾ അസറ്റ് കയറ്റുവാണല്ലോ. അതനുസരിച്ച് അതിൻ്റെ മെയിൻ്റനൻസിലേക്ക് നമ്മൾ കക്കാടും കളമ്പൂർ തൂക്കുപാലത്തിലേക്ക് കടക്കുകയാണല്ലോ. ഇതൊക്കെ MLA നില എത്രയോ വട്ടം ഞാൻ ഉന്നയിച്ച് ആവശ്യപ്പെട്ടതാണ്, അവർക്ക് കളക്ടർ ആവശ്യപ്പെട്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയുള്ള അനവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അതെല്ലാം പബ്ലിക് അത് വിലയിരുത്താൻ കഴിയും. ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോകാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ഇത്. നിലവിൽ മറ്റൊരു കാര്യം, ഇപ്പം നിലവിൽ കഴിഞ്ഞ ടൈമിൽ താങ്കൾ മത്സരിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു 1.5 ലക്ഷത്തോളം വോട്ടേഴ്സ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലുണ്ടായിരുന്നു. അതിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് താങ്കൾ വിജയിച്ച് ഈ ഒരു നിയോജക മണ്ഡലത്തിൽ എത്തിയത്. വീണ്ടും ഇപ്പോൾ ഇത്തവണ വരുമ്പോൾ കുറച്ചും കൂടി വോട്ടേഴ്സ് കൂടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പുതിയ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ളൊരു മത്സരം പിറവത്തുണ്ടാകും, അല്ലെങ്കിൽ ജേക്കബ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിലുള്ളൊരു മത്സരം ഉണ്ടാകും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു?
ഇവിടെ ഇത് UDF ഉം LDF ഉം തമ്മിലുള്ള മത്സരമാണ്. UDF വിജയിക്കും. ഞാൻ ആ രീതിയിലാണ് അതിനെ കാണുന്നത്. കേരള കോൺഗ്രസ് തമ്മിലുള്ള മത്സരം UDF ഉം LDF ഉം തമ്മിലുള്ള മത്സരമാണ്. അവിടെ UDF വിജയിക്കും. വളരെ സിമ്പിളാണ് ആൻസർ. നിലവിൽ മറ്റൊരു ചോദ്യം കൂടി, ഈ നിലവിൽ UDFന്റെ ഭരണമാണ് വരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജേക്കബ് ഗ്രൂപ്പിന്റെ നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾ വീണ്ടും ഒരു മന്ത്രിയായി നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ടൈമിൽ വന്നതുപോലെ വരികയാണെങ്കിൽ ഈ പിറവത്തിന്റെ മുഖം ഇപ്പോൾ കഴിഞ്ഞ നമുക്കിപ്പോൾ എല്ലാത്തിനും അപ്ഡേറ്റഡ്, താങ്കൾ കുറച്ചും പറഞ്ഞ പോലെ അപ്ഡേറ്റഡ് ആക്കുക എന്നുള്ളതാണ്. കുറേയും കൂടി മാറ്റങ്ങൾ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വികസനം ഒരു തുടർച്ചയാണ്. നമുക്ക് ഓരോ കാലഘട്ടം അനുസരിച്ച് പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അഗ്രോ സർവീസ് സെന്റർ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ UDF ഗവൺമെന്റ് സന്ദർഭത്തിൽ ലഭ്യമാക്കിയ പ്രധാനപ്പെട്ട ഒന്നാണ് പാമ്പാക്കട അഗ്രോ സർവീസ് സെന്റർ. അത് ഇന്നും വളരെ ഫലപ്രദമായി പോകുന്നു. അതെന്താണ്, അതിനകത്ത് മെഷീനറികളും മാൻ പവറും കൃഷിക്കാർക്ക് ചെറിയ ഫീസ് ഈടാക്കി ലഭ്യമാക്കുന്ന പദ്ധതി. അത് ഒരുപാട് തരത്തിൽ ഗുണകരമാണ്. നമ്മുടെ ഈ സമീപ പഞ്ചായത്തുകളിലും നിയോജകമണ്ഡലം വിട്ടുള്ള പഞ്ചായത്തുകളിലും ഒക്കെ അവർ പോകുന്നുണ്ട്. അപ്പം അത് അതിനകത്ത് ഇനി ഇപ്പം അന്നത്തെ കാല മെഷീനറികളും കാര്യങ്ങളും കൊടുത്തു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പുതിയ സിസ്റ്റം ഞങ്ങൾ ഡ്രോൺ സർവീസ് അതിന് കൊടുക്കുവാണ്. അഗ്രോ സർവീസ് സെന്ററിന് ഡ്രോൺ സർവീസ് കൊടുക്കാൻ പോവുകയാണ്. അത് പുതിയ കാലത്തിന്റെ ആശയവും പദ്ധതികളും അല്ലേ. അപ്പം ഞാൻ അതാണ് സൂചിപ്പിച്ചത്, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെയുള്ള പുതിയ മേഖലകളിലേക്ക് കടന്ന് വികസനത്തിന്റെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു MLA എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും തുടർന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ സാധാരണഗതിയിൽ ഒരു നിയോജക മണ്ഡലത്തിലെ MLA, എല്ലാ MLA LDFന്റെയും UDFന്റെയും വരുമ്പോൾ ഭരണം ഇല്ലാതിരിക്കുമ്പോൾ LDF UDFന്റെ MLAമാർക്കെതിരായിട്ട് നിരന്തരം ആരോപണങ്ങളുണ്ടാകും. താങ്കൾ പിതാവുള്ള സമയത്ത് മുതലുള്ള ആരോപണങ്ങൾ വീണ്ടും ഇപ്പോൾ പറഞ്ഞതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ ഈ ഒത്തിരി ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ MLA, ഞാൻ ചോദിക്കാൻ പറ്റില്ലാത്ത കാര്യം, MLA എന്നുള്ള നിലയിൽ താങ്കൾ പല വീടുകളും പോകുന്നത്, ഉദ്ഘാടനത്തിന് പോകും, മരണ വീടുകളിൽ പോകുന്നു, ഇത് തന്നെയാണ് താങ്കൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് വളരെ ബാലിശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ടും രാഷ്ട്രീയ താഴെക്കിട മുതൽ മുകളിലേക്കിട വരെ വരുന്നുണ്ട്. ഒപ്പം തന്നെ താങ്കൾ മുന്നോട്ട് പോകുന്ന സമയത്തെങ്ങാണെങ്കിൽ പോലും പിറവത്തെ പിന്നോട്ടടിച്ചു എന്നൊക്കെ പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു MLA എന്താ താങ്കൾ മനസ്സിലാക്കുന്നത്? അത് വെറുതെ പറയുന്നവർക്കും അറിയാം അത് വെറുതെയാണ്, കേൾക്കുന്നവർക്കും അറിയാതെ വെറുതെയാണ്. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ഇതൊരു വളരെ ബാലിശമായ പ്രചാരണങ്ങൾ, ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് പറയുന്നു. ഒരു MLA ഒരു വിവാഹം ക്ഷണിച്ച വിവാഹത്തിന് പോവില്ലേ നമ്മൾ? ഒരു മരണാവശ്യം അറിഞ്ഞാൽ നമ്മൾ ചെല്ലത്തില്ലേ? അതൊരു മനുഷ്യത്വത്തിന്റെ ഭാഗമല്ലേ? അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഭാഗമല്ലേ? അതെല്ലാവരും ചെയ്യുന്ന ഒന്നല്ലേ? അതിനകത്ത് ഇപ്പം അതിനകത്ത് എന്താ അരുതാത്തതായിട്ടുള്ളത്? അപ്പം അത് മാത്രമാണ് ഇപ്പം അത് പറഞ്ഞപ്പോഴോർത്ത് എനിക്കതിലൊരു കക്ഷി പ്രസംഗിക്കുകയാണ്. പ്രസംഗം എന്ന് പറഞ്ഞാൽ MLA കല്യാണ വീട്ടിൽ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ വീഡിയോയിൽ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അദ്ദേഹത്തിൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിൽ ഞാൻ പോയതാ, എന്നെ അദ്ദേഹം ക്ഷണിച്ചിട്ട്. അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യം. അപ്പം ഇത് ചുമ്മാ ഒരു അനാവശ്യമായ പ്രചാരണം. അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ വെറുതെ ബാലിശമായ ഒന്നാണ്. അതിനകത്തൊരു അർത്ഥമുള്ള കാര്യങ്ങളല്ല. അതിന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കൊണ്ടുവരുന്ന ഒന്നായി മാത്രം കണക്കാക്കിയാൽ മതി. എല്ലാ UDF MLAമാരുടെ മണ്ഡലങ്ങളിലും ഈ LDF ഇതുപോലുള്ള പ്രചാരണ പരിപാടികൾ, BJP MLA ഓഫീസ്, നിങ്ങൾ പത്രത്തിൽ പരിശോധിച്ചാൽ, നമ്മൾ പിറവ് മാത്രം വെച്ച് സംസാരിക്കണ്ട, എല്ലായിടത്തും നോക്കിക്കോളൂ. എല്ലാ MLAമാരുടെ മണ്ഡലങ്ങളിലും UDF MLAമാരുടെ മണ്ഡലങ്ങളിലും ഇങ്ങനെ ഇലക്ഷനോടനുബന്ധിച്ച് സമരവും കാര്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ പിറവത്തെ പിന്നോട്ടടിച്ച് പിറവ് എവിടെ പിന്നോട്ട് പോയെന്ന് പറയുന്നത്, പിറവത്തിന് എല്ലാ തലത്തിലുമുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട വിവിധ ഘടകങ്ങൾ ഏറ്റവും മികവോടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പിറവത്ത് കഴിയുന്നുണ്ട്. അത് കുടിവെള്ളമാവട്ടെ, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആവട്ടെ, റോഡ് ഗതാഗതമാവട്ടെ, അടക്കമുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ഒരു ബൈപ്പാസാണ്, അത് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏതാണ്ട് 9 പാലങ്ങൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ പൂർത്തിയാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഈ പറയുന്ന ബൈപ്പാസും അതടക്കമുള്ള കാര്യങ്ങൾ, ഇത് ഇവിടുത്തെ ബൈപ്പാസ് മാത്രം, നമ്മൾ പിറവം മാത്രം സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിലയിൽ കുത്താട്ടുകുളത്ത്, മുളന്തുരുത്ത് റിംഗ് റോഡുകളുണ്ട്, തിരുവാങ്കുളത്തെ ബൈപ്പാസ് ഉണ്ട്. തിരുവാങ്കുളത്തെ ബൈപ്പാസ് എന്തുകൊണ്ടാണ് വൈകിയത്? തിരുവാങ്കുളത്തെ ബൈപ്പാസ് വൈകാനുള്ള കാരണം റെക്കോർഡ്സ് ആണ്. മന്ത്രി അസംബ്ലി പറഞ്ഞ വീഡിയോ വന്നിട്ടില്ലേ, എന്താ പറയുന്നത്, KRLന്റെ NOC ലഭ്യമായിട്ടില്ല. ഒപ്പം തന്നെ അവിടെ കൊച്ചി സേലം ഗ്യാസ് പൈപ്പ് ലൈൻ ഈ നിർദ്ദിഷ്ട റോഡിന്റെ അലൈൻമെന്റിലൂടെ ലേ ചെയ്തു പോയി. ഇതൊക്കെ ആരെ ലേ ചെയ്യിപ്പിച്ച്? സർക്കാരിന്റെ പ്രൊജക്ടുകളല്ലേ? ഈ KRLന്റെ പ്രൊജക്ട് ആരുടെ? ഗവൺമെന്റ് പ്രൊജക്ട് അല്ലേ? അതുകൊണ്ടാണ് ആ പദ്ധതിക്ക് NOC നൽകാതെ 3.5 വർഷമാണ് വെച്ച് വൈകിപ്പിച്ചത്. ഇപ്പൊ NOC കിട്ടാതെ MLAക്ക് എഴുതി കൊടുക്കാൻ പറ്റുമോ ഉത്തരവ്? അത് സർക്കാരിൽ നിന്ന് വരുന്ന ഉത്തരവല്ലേ? ഇത് മന്ത്രി റിയാസ് മിനിസ്റ്റർ അസംബ്ലി തന്നെ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഇപ്പൊ അതിന്റെ എല്ലാ അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കി ഇപ്പൊ DPR തയ്യാറായി അതിന്റെ ടെൻഡർ സ്റ്റേജിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ മുളന്തുരുത്തി ROBയുടെ അന്ന് 2021 ഞാനിത് പറഞ്ഞാണ്. എന്റെ പഴയ വീഡിയോ എടുത്ത് നോക്കി അറിയാം. അന്നത്തെ ഇലക്ഷൻ ഞാൻ പറഞ്ഞാണ്, ടെൻഡർ സ്റ്റേജിൽ എത്തിച്ചു, മുളന്തുരുത്തി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാവും. അതേപോലെ ഞാൻ പറയുന്നു,
ഈ പറയുന്ന നമ്മുടെ തിരുവാങ്കുളം ബണ്ട് റോഡ്, അതായത് തിരുവാങ്കുളം ജംഗ്ഷൻ ടു ബൈപ്പാസ്, അത് ടെൻഡർ സ്റ്റേജിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ വരുന്ന സാമ്പത്തിക വർഷം നിർമ്മാണം ആരംഭിച്ചിരിക്കും, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഞാൻ പറഞ്ഞത് ഇങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ചു പോകുമ്പോൾ ഗവൺമെന്റിന്റെ പിന്തുണയുടെ വളരെ മോശമായ സാഹചര്യങ്ങൾ തുടർന്നും ഉണ്ടാവുന്നു അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ ഈ എക്സൈസ് കടവ് പാലത്തെ കുറിച്ച് നമ്മൾ തിരിച്ച് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ എക്സൈസ് കടവ് പാലം 2018 മുതൽ നമ്മുടെ 20 പ്രധാന പ്രൊജക്ട്സിൽ ഞാൻ ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്യുന്ന പ്രൊജക്റ്റാണ്. ആ MLA ശുപാർശ ലഭ്യമാവണ്ടേ? ഞാൻ കഴിഞ്ഞ ടൈമിൽ വൈക്കം വഴി ഒന്ന് യാത്ര ചെയ്തത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും കാലഘട്ടം കൊണ്ട് ഇങ്ങനെ ഒരു പാലത്തെ കുറിച്ച് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ ഇങ്ങനെ മുഖം തിരിച്ച്, അല്ലെങ്കിൽ 10 വർഷക്കാലം LDF ആണ് ഭരിച്ചിരുന്നത്, MLA എന്നുള്ളത് താങ്കൾ പല അവസരങ്ങളിലും ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ ഒരു നാടിനോട് കാണിക്കുന്ന ഒരു വിമുഖതയായിട്ട് തോന്നുന്നുണ്ടോ? സർക്കാരിന്റെ ഒരു വിവേചന സമീപനം തന്നെയാണ്, എന്താ സംശയ കാര്യത്തില്. അതിൻ്റെ അകത്ത് അത് കാണാൻ കഴിയുന്ന ഒന്നാണ്. കാരണം ഈ പ്രൊജക്ട്, ഇവരുടെ മെയിൻ പ്രൊജക്ട്സ് എല്ലാം കിഫ്ബിയിലാണ് വരുന്നത്. അതായത് ഒരു 10 കോടിക്ക് മുകളിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പ്രൊജക്ട്സും കിഫ്ബി പ്രൊജക്റ്റിലേക്കാണ് പോകുന്നത്. കിഫ്ബിയിലേക്ക് ശുപാർശ ചെയ്യാൻ പാടില്ല. കിഫ്ബിയിൽ അല്ലാതെ എമൗണ്ട്സ് വരാറുണ്ട്. ഞാൻ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യത്തിലാണ് പറയുന്നത്. ഇപ്പോൾ ചെറിയ സ്കൂളും കാര്യങ്ങളൊക്കെ ആ കിഫ്ബി പ്രൊജക്റ്റിൽ ചെറിയ എമൗണ്ട്സ് വരുന്നുണ്ട്. പക്ഷേ മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ഇത്തരത്തിലുള്ളതെല്ലാം കിഫ്ബിയിലേക്കാണ് പോകുന്നത്. ഈ എല്ലാ വർഷവും 20 വർക്കുകൾ ഒരു MLA ധനകാര്യമന്ത്രി ആവശ്യപ്പെടും ബഡ്ജറ്റിൽ. ഞാൻ എല്ലാ പ്രാവശ്യവും കൊടുക്കുക നമ്പർ 1 പ്രയോറിറ്റി ഈ പറയുന്ന എക്സൈസ് കടവ് പാലം ഉൾപ്പെടെ. അതിന്റെ റെക്കോർഡ്സ് ഉണ്ട്, അത് എല്ലാ തലത്തിലും ഉണ്ട്, ഈ അസംബ്ലിയിലുള്ള റെക്കോർഡ്സ് ആണത്. പക്ഷേ ഇതിനകത്ത് ടോക്കൺ പ്രൊവിഷൻ വെക്കും, ഫണ്ട് വെക്കില്ല. എന്നാൽ കിഫ്ബിയിലേക്ക് ശുപാർശ ഒന്നും വേണ്ട എന്നുള്ളതാണ് നിരന്തരമായി ഈ ധനകാര്യ വകുപ്പിൽ നിന്ന് MLAക്ക് ലഭിക്കുന്ന കത്ത്. അപ്പൊ അത് നിലവിൽ താങ്കളെ സംബന്ധിച്ച് താങ്കളെ അത് അവർ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെ പിറവത്തെ ഒഴിവാക്കിക്കൊണ്ട് എക്സൈസ് കൊടുക്കാൻ തരണ്ട എന്നുള്ളൊരു ചിന്തയായിരിക്കുമല്ലോ. ടോക്കൺ പ്രൊവിഷൻ വെച്ചുകൊണ്ട് നമ്മളെ ഓരോ തവണയും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഒഴിവാക്കി വിടുന്ന രീതിയിലാണല്ലോ അവർ ചെയ്യുന്നത്. അത് അങ്ങനെയാണ് കണക്കാക്കാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ അതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ ഈ പദ്ധതി എന്തായാലും നമുക്ക് കൊണ്ടുവന്നല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ 5 ലക്ഷം രൂപ ഇത്തവണത്തെ ബഡ്ജറ്റിന് ലഭ്യമാക്കിച്ചത്. അതനുസരിച്ച് അതിൻ്റെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ അടക്കം അതിൻ്റെ DPR തയ്യാറാക്കുന്ന പദ്ധതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ പ്രൊജക്റ്റിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അപ്പോൾ അത് കുറച്ചുകൂടെ പോസിറ്റീവായ ഒരു സമീപനം ഇപ്പോൾ ആ പാലത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ. ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മുടെ MLAയും സ്ഥാനാർത്ഥിയുമായ അനൂപ് ജേക്കബ് പറയുന്ന ഒരു കാര്യം, നിലവിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിരവധി തവണ LDF സർക്കാരിനോട് അദ്ദേഹം നിരവധി തവണ ഇതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടിട്ടും അത് കിട്ടിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം നേരിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മളെ കാണുന്ന ജനങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അപ്പൊ നിലവിൽ താങ്കൾ ഇത്തവണ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് UDF ഭരണം വരുമ്പോൾ താങ്കൾ ഒരു മന്ത്രിയായി എത്തുകയാണെങ്കിൽ 5 വർഷക്കാലം കൊണ്ട് നമ്മളെ സംബന്ധിച്ച് പിറവംകാരുടെ ഏറ്റവും വലിയൊരു അഭിലാഷമായി എക്സൈസ് കടവുപാലം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും എക്സൈസ് കടവുപാലം മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ റിംഗ് റോഡ്സ്, കുത്താട്ടുള്ള തേമ്പുളന്ന റിംഗ് റോഡ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പറഞ്ഞ ബണ്ട് റോഡ്, കുരിക്കാട് റെയിൽവേ മേൽപ്പാലം, മുളന്തുരുത്തി റവന്യൂ ടവർ, കൂത്താട്ടുളം സിവിൽ സ്റ്റേഷൻ, എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം മോനിപ്പള്ളി ഇലഞ്ഞി പിറവം റോഡ് വൈഡൻ ചെയ്യേണ്ട അനിവാര്യമായ ഘടകത്തിൽ ഇന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഏറ്റവും കൂടുതൽ ട്രാഫിക് വരുന്ന റോഡ്സിൽ ഒന്നതാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും ഹൈ ട്രാഫിക് ഡെൻസിറ്റി ഇപ്പോൾ അതിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ലിങ്ക് റോഡ്, കുത്താട്ടുളത്ത് നിന്ന് നമ്മുടെ മൂവാറ്റുപുഴ പുല്ലൂർ റോഡിലേക്ക് ഒരു ലിങ്ക് റോഡ് ചെയ്തു കഴിഞ്ഞാൽ ശബരിമല റോഡുമായി നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയും. നമ്മുടെ ഇപ്പോൾ പെരുവമ്പുഴി വരെ ഞാൻ 100 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ പെരുവമ്പുഴിയിൽ നിന്ന് നെടുമ്പാശ്ശേരിക്ക് റോഡ് എത്തണ്ടേ, അത് എത്തിക്കണം. അങ്ങനെ ഒരുപാട് മേഖലകൾ, കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സിലും മറ്റ് തലങ്ങളിലും ഒക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് യാതൊരു ആശങ്കയും വേണ്ട. ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷ MLA എന്ന നിലയിലും അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കൂടുതൽ പദ്ധതികൾ നമ്മുടെ നിയോജകമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സബർബൻ മാള്. ഞാൻ പറഞ്ഞില്ലേ, സബർബൻ മാള് ഞാൻ ആ വകുപ്പിന്റെ ചുമതല വഹിച്ചതുകൊണ്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതുകൊണ്ടും മാത്രം ഉണ്ടായ സാധനമാണ്. അതുപോലെയുള്ള ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് പദ്ധതികൾ നമ്മുടെ നിയോജകമണ്ഡലത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ഒരു താങ്കളോട് ചോദിക്കേണ്ട ഒരു ആരോപണത്തിന് ഒരു മറുപടി വേണ്ടി. നിലവിൽ പിറവത്തെ LDFന്റെ ആരോപണമാണ്, പിന്നെ കോമൺ ആയിട്ടുള്ള ആള് 9 മണിക്ക് ശേഷം നമ്മുടെ പിറവത്തേക്ക് വാഹനങ്ങൾ എത്തുന്നില്ല എന്നുള്ള ഒരു കാര്യം ആണ് നമ്മുടെ KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള. അപ്പോൾ അത് ഇനിയിപ്പോൾ പഴയ കാലം നമ്മൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. താങ്കളുടെ ഒരു ഭരണം, താങ്കൾ ഉൾപ്പെടുന്ന UDFന്റെ ഒരു ഭരണമാണെങ്കിൽ പിറവത്ത് വൈകുന്നേരങ്ങളിൽ വാഹന സൗകര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പദ്ധതികൾ താങ്കൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും. അതിനകത്ത് നമുക്ക് അത് പൊതുവായ കാര്യങ്ങൾ വെച്ച് നമ്മൾ അസസ് ചെയ്യേണ്ട ഒന്നാണ്. ഇതിനകത്ത് ബസ് സൗകര്യം ഒന്നായിട്ട് പറഞ്ഞു, അത് രാത്രി വാഹന സൗകര്യങ്ങൾ വേണം.
അത് ഇപ്പോൾ ഇവിടുന്ന് എറണാകുളത്തേക്കും എറണാകുളത്തും തിരിച്ചു മൂവാറ്റുപുഴയ്ക്കും ഒക്കെ ആയിട്ടുള്ള വാഹനങ്ങൾ ലഭ്യമാക്കേണ്ടതിൻ്റെ ആവശ്യകതകളുണ്ട്. അപ്പം അങ്ങനെയുള്ള സർവീസുകൾ വരുമ്പോൾ അത് കുറച്ചുകൂടെ ഗുണകരമാവും. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രധാന റോഡ് ലിങ്കുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ആ റോഡ് ലിങ്കുകൾ കൊണ്ടുവരുമ്പോൾ നമുക്കത് കൂടുതൽ ആൾക്കാരെ എത്തിക്കാൻ കഴിയും. പിന്നെ ഒപ്പം തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒന്നാണ് നമുക്ക് വർക്ക് നിയർ ഹോം എന്നൊരു പദ്ധതി. വർക്ക് നിയർ ഹോം ആ പ്രൊജക്റ്റുകൾ നമുക്ക് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ 3 കേന്ദ്രങ്ങളായിട്ട് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത്. ഒപ്പം തന്നെ നമുക്ക് ചെറിയ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വനിതകൾക്ക് പോലും പുതിയ സംരംഭകരെ കൊണ്ടുവരാനും വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള കൂടുതൽ സംരംഭങ്ങൾ വരുമ്പോഴാണ് ടൗണുകൾ ലൈവ് ആവുകയുള്ളൂ. അല്ലാത്ത സമയത്ത് ഉറങ്ങിപ്പോവും. സ്വാഭാവികമാണ്. അതിനകത്ത് ഇപ്പൊ നമുക്ക് അവിടെയുള്ള ഇപ്പൊ യഥാർത്ഥത്തിൽ കോട്ടയം ഭാഗത്ത് വരുന്ന വാഹനങ്ങളുടെ ഒരു വലിയ ഫ്ലോ നമുക്ക് ആ ഒരു പ്രദേശത്തൂടെ നമുക്ക് കാണാൻ കഴിയും. എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അങ്ങനെയുള്ള ആ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഇതുപോലെ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മുടെ പ്രദേശത്തേക്ക് നമുക്ക് എത്തിക്കുമ്പോഴും അത് സ്വാഭാവികമായിട്ടും അതിന്റെ ഉണർവ് നമ്മുടെ ഗ്രാമങ്ങൾക്കും പട്ടണങ്ങൾക്കും ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് പാർക്ക് അത് പറയേണ്ട ഒന്നാണ്. ഇലക്ട്രോണിക്സ് പാർക്ക് യാഥാർത്ഥ്യമാക്കേണ്ടതാണ്. ഇലക്ട്രോണിക്സ് പാർക്ക് യാഥാർത്ഥ്യമാവുമ്പോൾ ഈ പറയുന്നത് പോലെ കൂടുതൽ അവസരങ്ങൾ നമ്മുടെയൊക്കെ പ്രദേശത്തേക്ക് വരാൻ പോവുകയാണ്. അതിൻ്റെ ഉപകമ്പനികളായിട്ടും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ അവസരങ്ങൾ നമ്മുടെ യുവാക്കൾക്ക് ലഭിക്കുന്നു. മറ്റ് അനുബന്ധ മേഖല തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു. ഇലക്ട്രോണിക്സ് പാർക്കിനെ കുറിച്ച് പറയുമ്പം ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. 2010 അന്നത്തെ LDF സർക്കാർ വേണ്ട എന്ന് വെച്ച പ്രൊജക്റ്റാണ്. ആ പ്രൊജക്ടിന് വീണ്ടും ജീവൻ വെച്ചപ്പോഴാണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ്. അന്ന് 15 ഏക്കർ KSIDCക്ക് ലഭ്യമാക്കിയത് UDFന്റെ സർക്കാരാണ്. ഞങ്ങളാണ് ആ 15 ഏക്കർ സ്ഥലം അവിടെ ഞങ്ങൾ ലഭ്യമാക്കി കൊടുത്തത്. അതിനുശേഷം 1 സെന്റ് ഭൂമി പോലും എടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായി. 2 ഗവൺമെന്റുകൾ തയ്യാറായിട്ടില്ല. രാജീവ് മന്ത്രി അസംബ്ലിയിൽ പറഞ്ഞത് അത് വെറ്റ്ലാൻഡ് ആണ്, അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഓപ്ഷനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി അസംബ്ലിയിൽ വന്നത്. വെറ്റ്ലാൻഡുകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പദ്ധതികൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ആശയങ്ങൾ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. ഒരുപാട് ഗ്രീൻ പ്രൊജക്ട്സ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്രീൻ ഇക്കോ ഫ്രണ്ട്ലി പ്രൊജക്ട് എന്ന നിലയിൽ ആമ്പൂർ ഇലക്ട്രോണിക്സ് പാർക്ക് കൊണ്ട് ഒരു തടസ്സമില്ല. ഞാൻ പറഞ്ഞത് ഇലക്ട്രോണിക്സ് പാർക്ക് അങ്ങനെയുള്ള ആശയങ്ങൾ വരുമ്പോൾ അതൊക്കെ കൂടുതൽ അവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കും. അതിൻ്റെ നല്ല പ്രതിഫലനങ്ങൾ നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങൾ പിറവം ഉൾപ്പെടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു കാര്യം കൂടി, നമ്മളെ സംബന്ധിച്ച് പിറവത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർക്കാണ് ആറ്റുതീരം പാർക്ക്. ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ടൂറിസം ജനങ്ങൾ ധാരാളം വരുന്നുണ്ട്. പിറവം നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെടുന്ന ഈ ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എറണാകുളം ജില്ല, തൃശ്ശൂർ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ആറ്റുതീരം പാർക്കിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു ടൂറിസം പദ്ധതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ താങ്കളുടെ മനസ്സിൽ? ടൂറിസം പദ്ധതിയുടെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള സപ്ലൈകോയുടെ സബർബൻ മാളിൽ അവിടെ ഒരു പവലിയൻ ഉണ്ട്. ആ പവലിയൻ മീൻസ് അവിടെ നിങ്ങൾക്ക് അറിയാം കാർ പാർക്കിംഗ് ഏരിയ. ആ കാർ പാർക്കിംഗ് ഏരിയ അന്ന് ഞാൻ വിഭാവനം ചെയ്തത് വള്ളംകളിയുടെ സ്ഥിരം പവലിയൻ എന്നതുകൂടി വെച്ചുകൊണ്ടാണ്. പിറവം വള്ളംകളി CBLന്റെ ഭാഗമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്ന ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങളൊന്നാണ് ഞാൻ കാണുന്ന ഒന്നാണ്. അപ്പോൾ ആ പവലിയൻ മുതൽ, അതായത് അവിടെ മുതൽ ഈ ആറ്റുതീരം പാർക്ക് വരെ വാക്ക് വേ ആണ് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലും മന്ത്രി വിളിച്ച മീറ്റിംഗിലും പറഞ്ഞിട്ടുള്ളതും അതിൻ്റെ പ്രപ്പോസലും അതിൻ്റെ ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ടുള്ള ഒന്നാണ്. ആ പ്രൊജക്ട് കൊണ്ടുവരണം, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ആ പ്രൊജക്ട് കൊണ്ടുവരണം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയാണ്. ഇപ്പോൾ നമ്മൾ വളരെ കറങ്ങി വാഹനത്തിലൂടെയാണ് നമ്മളവിടെ എത്തുന്നതെങ്കിൽ നടന്ന് നേരെ നമുക്ക് പാർക്കിലേക്ക് എത്താൻ കഴിയുന്ന നിലയിൽ അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ഗ്രാമീണ ടൂറിസത്തിന് ഒരുപാട് പുനരുദ്ധാരണം നമുക്ക് നടത്താൻ കഴിഞ്ഞു. കൂരുമല ടൂറിസ്റ്റ് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ കഴിഞ്ഞത് അരീക്കൽ വാട്ടർഫോൾസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമായി അത് മാറിയിരിക്കും. അവിടെ ഞങ്ങൾ സിപ്ലൈൻ പ്രൊജക്ട് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗം അവിടെ ലഭ്യമാക്കാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പൊ കാക്കൂർ കാളവയിൽ ഏതാണ്ട് 1 ദശാബ്ദത്തിന് ശേഷം അവിടെ ഇത്തവണ കാളയോട്ട മത്സരങ്ങൾ അടക്കം ശ്രദ്ധിച്ചാണെന്ന് ഞാൻ കരുതുന്നു. അതായത് നമ്മുടെ നാടിന്റെ പൈതൃക സാംസ്കാരിക തനിമകളെ നിലനിർത്താൻ കഴിയുന്ന അത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങളും പദ്ധതികളും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ കൂടുതൽ മേഖലകൾ ഈ നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ആറ്റുതീരം പാർക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രൊജക്ടുകളും വിഭാവനം ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പിറവം നിയോജകമണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിനോടൊപ്പം അല്പസമയം നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന് തന്നെയല്ല, ഈ ഒരു ഇലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് പീരീഡാണ് കിട്ടിയിരിക്കുന്നത്. 1 മാസക്കാലം എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു എന്നുള്ളത് കൊണ്ട് കുറേയും കൂടി അദ്ദേഹത്തിന് മറ്റുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ സാധിച്ചു. അദ്ദേഹം തന്നെ പറയുന്നത് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു MLA, എപ്പോൾ നോക്കിയാലും ജനങ്ങളുടെ ഇടയിലുള്ള ഒരു MLA എന്നുള്ളതിൽ അദ്ദേഹം വീണ്ടും വിജയിച്ചു വരും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോട് കൂടിയാണ് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. എന്താണെങ്കിലും പിറവത്തിന് ഒരു വികസനം ഉണ്ടാകണമെങ്കിൽ നല്ലൊരു MLA അല്ലെങ്കിൽ നല്ലൊരു മന്ത്രി നമുക്ക് ഉണ്ടാകണം. എന്താണെങ്കിലും വരാൻ പോകുന്ന ഏപ്രിൽ മാസം എല്ലാവരും, ഇവിടെ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം വന്ന് വോട്ട് ചെയ്യണം. ഒപ്പം തന്നെ നല്ലൊരു വിജയം
ഏത് ഒരു സ്ഥാനാർത്ഥിയാണ് വിജയിച്ചു വരുന്നത്, പിറവത്തിന് നല്ലൊരു വികസനം ഉണ്ടാകണം. ഒപ്പം തന്നെ UDF എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. റോഡ് ഷോകളെല്ലാം കഴിഞ്ഞോ? ഞങ്ങൾ റോഡ് ഷോസ് വരുന്നതേ ഉള്ളൂ. വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ചു, കടകൾ സന്ദർശിച്ചു, ഇൻസ്റ്റിറ്റ്യൂഷൻ സന്ദർശിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ എത്രമാത്രം ഓടിയെത്താൻ പറ്റും? മാക്സിമം ഓടുന്നുണ്ട്. ഞാൻ പിന്നെ ഇലക്ഷൻ സമയത്ത് മാത്രം പോകുന്ന ആളല്ല. ഞാൻ എല്ലാ സന്ദർഭങ്ങളിലും ഇപ്പൊ പെരുന്നാളാണെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ മിക്ക സ്ഥലങ്ങളിലും ഒക്കെ സ്ഥിരമായി ഞാൻ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കതിനെ ഇപ്പൊ പെട്ടെന്ന് തന്നെ കാണുകയല്ലോ. പിറവത്തെ ജനങ്ങൾ എന്നെ ഒരു ഫൈൻ മോർണിംഗ് കാണുന്നതല്ല. ഞാൻ എന്ന് ഇവിടെ ജനപ്രതിനിധിയായി വന്നു അന്നു മുതൽ ഇന്ന് വരെ ഞാൻ അവരോടൊപ്പം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു പുതുമുഖം എന്ന നിലയിലേക്കല്ല ഞാൻ വരുന്നത്, അവരിൽ ഒരാൾ എന്ന നിലയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. എന്താണെങ്കിലും വളരെ സന്തോഷം. അല്പസമയം നമ്മുടെ ഓശാന ടിവിയുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദി. എല്ലാവിധ ആശംസകളും നേരുന്നു. വിജയിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.